ഹായ് ഓൾ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കൈനറ്റിക് തിയറി ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ, ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആൻഡ് അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ, മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഡ്സ്, then calculation of average, root mean square and most probable velocities, collision diameter, collision properties ആയിട്ടുള്ള collision diameter, collision number, mean free path, frequency of binary collision, wall collision and rate of effusion. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് സിലബസിൽ പറയുന്നത്. അതുകൂടാതെ നമുക്ക് നോക്കേണ്ട ടോപ്പിക്സ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഗ്യാസ് ലോസ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, വാണ്ടർ വാൾസ് ഗ്യാസ് ഇക്വേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് ആയിട്ട് ക്രിട്ടിക്കൽ ഫിനോമിന, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ടോപ്പിക്. അപ്പം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ പോസ്റ്റുലേറ്റ്സ് നമുക്ക് ആദ്യം നോക്കണം. നോക്കിക്കേ, ഫസ്റ്റ് പോസ്റ്റുലേറ്റ്: എ ഗ്യാസ് ഈസ് കമ്പോസ്ഡ് ഓഫ് large number of very small discrete particles called molecules. All molecules of a given gas are all identical, that is of same mass and size, but differ from those of another gas. അതായത് ഈ പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താണ്? ഗ്യാസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് വെരി സ്മോൾ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. അല്ലെ, ഗ്യാസ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ലാർജ് നമ്പർ ഓഫ് വെരി സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള മോളിക്യൂൾസ് കൊണ്ടാണ്. ഇനി ആ മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്താ? ഒരു പെർട്ടിക്കുലർ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അതിൽ എല്ലാ മോളിക്യൂൾസും ഐഡന്റിക്കൽ ആയിരിക്കും. അതായത് അവരുടെ സൈസും അതുപോലെ മാസും സെയിം ആയിരിക്കും. പക്ഷെ വേറൊരു ഗ്യാസിന്റെ മോളിക്യൂളിന്റെ സൈസിൽ നിന്നും മാസിൽ നിന്നും അത് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ആദ്യത്തെ പോസ്റ്റുലേറ്റ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്: The molecules are so small that their actual volume is negligible in comparison with the total volume occupied by the gas. അതായത് ഞാനൊരു കണ്ടെയ്നർ, നമ്മളൊരു വലിയ കണ്ടെയ്നറിൽ ഗ്യാസ് എടുത്ത് വെച്ചിരിക്കുക. ദെൻ ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ കണ്ടെയ്നറിന്റെ വോളിയം എന്താണോ അതായിരിക്കും ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടോട്ടൽ വോളിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആയിരിക്കും. അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്. അടുത്തത്: The molecules within a container are in a state of constant random chaotic motion during which they collide with each other and with the walls of the container. അതായത് ഈ മോളിക്യൂൾസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? റാൻഡം മോഷനിലായിരിക്കും. ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് they collide with each other, അവർ പരസ്പരം കൊളൈഡ് ചെയ്യും. ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ, അതുപോലെ തന്നെ അത് എടുത്തു വെച്ചിരിക്കുന്ന ഈ കണ്ടെയ്നറിന്റെ വാൾസുമായിട്ട് കൊളൈഡ് ചെയ്യും. All molecular collisions are perfectly elastic so that there is no net loss of energy, although there may be a transfer of kinetic energy between the partners in collision. അതായത് ഈ കൊളിഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവര് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് അവിടെ എനർജി ലോസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ കൊളിഷന്റെ സമയത്ത് കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ടാവാം? ദർ മേ ബി എ ട്രാൻസ്ഫർ ഓഫ് കൈനറ്റിക് എനർജി. അവർ തമ്മിൽ കൈനറ്റിക് എനർജി ട്രാൻസ്ഫർ ചെയ്യാം. ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ്: The pressure of gas is due to the elastic bombardment of moving molecules on the walls of the container. അതായത് ഗ്യാസിന്റെ പ്രഷർ എന്തുകൊണ്ടാണ്? It is due to the elastic bombardment of these molecules on the walls of the container. അല്ലെങ്കിൽ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടെയ്നറിന്റെ വാൾസിൽ ഉണ്ടാവുന്ന കൊളിഷൻസ് കാരണമായിരിക്കും ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പ്രഷർ ഓഫ് ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സിക്സ്ത് വൺ: There is no force of attraction between the molecules. മോളിക്യൂൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. സെവൻത് പോസ്റ്റുലേറ്റ് നോക്കിക്കേ: At a particular instant, different molecules in a sample of gas may have different velocities and hence different kinetic energy. നമ്മൾ പറഞ്ഞു ഈ മോളിക്യൂൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റാൻഡം മോഷനിലാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ കൊളിഷൻ ഉണ്ടാവുന്നു. അപ്പം അവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത് കീപ്പ് ഓൺ ചേഞ്ചിങ് ആണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? കൈനറ്റിക് എനർജി മാറും. കാരണം നമുക്കറിയാം കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv² ആണ്. സോ വെലോസിറ്റിയും അതിന്റെ കൈനറ്റിക് എനർജിയും എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. However, the kinetic energy of a molecule is directly proportional to the absolute temperature. ഇനി
ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. ദെൻ ലാസ്റ്റ് പോസ്റ്റുലേറ്റ്, ഗ്രാവിറ്റി ഹാസ് നോ എഫക്റ്റ് ഓൺ ദ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ. ഗ്രാവിറ്റിക്ക് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസിൽ ഒരു എഫക്റ്റും ഇല്ല. ഇത്രയാണ് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് രണ്ട് പോസ്റ്റുലേറ്റ് ഒന്നുകൂടെ എടുത്ത് നോക്കണം. ഒന്നെന്ന് പറയുന്നത് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്? വോളിയം ഓഫ് molecules are negligible അല്ലേ? When compared to total volume. സോ അങ്ങനെ വരുമ്പം എന്താണ്? ഞാനൊരു കണ്ടെയ്നർ, നമ്മൾ ആദ്യം വരച്ചതുപോലെ ഒരു കണ്ടെയ്നർ എടുത്തു. ഇത് ഈ ടോട്ടൽ ഈ ഗ്യാസ് ഫുൾ ഈ കണ്ടെയ്നറിൽ ഒക്കുപ്പൈ ചെയ്യുവാണ്. അപ്പം ഇതിന്റെ ടോട്ടൽ വോളിയം ഇതായിരിക്കും. ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്, നെഗ്ലിജിബിൾ ആണ്. പക്ഷെ ഒന്ന് കൺസിഡർ ചെയ്തേ, ഞാൻ ഈ ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതിന്റെ വോളിയം ഡിക്രീസ് ചെയ്ത് വരും അല്ലേ? ഇനി നോക്കിക്കേ, ഇനി ഈ ഒരു മോളിക്യൂളിന്റെ വോളിയം ഈ ടോട്ടൽ വോളിയം വെച്ച് നോക്കുമ്പോൾ നെഗ്ലിജിബിൾ ആണോ? അല്ല അല്ലേ? അതുകൊണ്ട് തന്നെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇത് നമുക്ക് ഈ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഐഡിയൽ ഗ്യാസസിന് വേണ്ടി മാത്രമാണ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഇനി അടുത്തൊരു ലിമിറ്റേഷൻ ആണ് സിക്സ്ത് വൺ. ദാറ്റ് ഈസ് ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. മോളിക്യൂൾസ് തമ്മിൽ എന്തില്ല? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ നോക്കിക്കേ, ഇവരെ കംപ്രസ് ചെയ്തു, ഇവർ അടുത്തടുത്ത് വന്നു, ദെൻ അവർ തമ്മിൽ എന്തുണ്ടായിരിക്കും? ദെൻ ദർ വിൽ ബി എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് മോളിക്യൂൾസ്. ഇത്രയാണ് നമുക്ക് കൈനറ്റിക് തിയറിയിൽ നോക്കാനുള്ളത്. നോക്കിക്കേ, നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ്. വി ഹാവ് ടു ടേക്ക് നോട്ട് ഓഫ് ദ ഫാക്ട് ദാറ്റ് postulate 2 neglects the molecular size as well as volume, while the postulate 6 ignores the attractive force between molecules. This fact limits the application of theory strictly to the treatment of ideal gas. So, ഈ രണ്ട് പോസ്റ്റുലേറ്റ്സും കാരണം നമുക്കിത് ഐഡിയൽ ഗ്യാസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് കൈനറ്റിക് തിയറി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസിന്റെ ബിഹേവിയറിനാണിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറയാനായിട്ട് പറ്റും. സോ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് എക്സ്പ്രഷൻ ഫോർ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഓർ ഡെറിവേഷൻ ഓഫ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. അതായത് കൈനറ്റിക് തിയറിയുടെ ബാക്കിയായിട്ട് ബേസ്ഡ് ഓൺ ദിസ് നമ്മൾ ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ആ എക്സ്പ്രഷനിലേക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് അറിയണം. അതിനു വേണ്ടി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ. So, according to kinetic theory, the pressure that a gas exerts is due to the elastic collision of gas molecules on the walls of the container. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇലാസ്റ്റിക് കൊളിഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഓൺ ദ walls ഓഫ് കണ്ടെയ്നർ. അത് എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നറിൽ അത് ഉണ്ടാക്കുന്ന ഇലാസ്റ്റിക് കൊളിഷൻസ് കാരണമാണ്. നമ്മൾ ഇവിടെ ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യുന്നു. അതൊരു ക്യൂബ് ആണ്. ക്യൂബ് ഓഫ് എഡ്ജ് ലെങ്ത് L. അതുപോലെ തന്നെ it is filled with a gas that consisting of a n molecule. So consider n molecules of a gas, each of mass m. അതിന്റെ ഒരു മോളിക്യൂളിന്റെ മാസ് m ആണ്. Enclosed within a cube of edge length L ആണ്, but moving randomly with a considerable range of velocity. അപ്പോൾ അതിന് പല വെലോസിറ്റി, ഓരോ മോളിക്യൂളിന്റെ വെലോസിറ്റി ഡിഫർ ആണ്. Consider a single molecule having a velocity c. നമ്മൾ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുവാണ്, അതിന്റെ വെലോസിറ്റി c ആയിട്ട് എടുത്തു. This velocity can be resolved into 3 components cx, cy and cz along the x, y, z axis. ഞാൻ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്തു, അതിന് 3 ഡയറക്ഷനിൽ വെലോസിറ്റി കമ്പോണൻസ് ഉണ്ട്. അപ്പം let it be ഇത് x ഡയറക്ഷൻ, let it be z ഡയറക്ഷൻ, അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ടുള്ളത് y ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇതിന് 3 വെലോസിറ്റി കമ്പോണൻസ് ഉണ്ട്, cx, cy, cz. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി c സ്ക്വയർ ഈസ് ഈക്വൽ ടു cx സ്ക്വയർ പ്ലസ് cy സ്ക്വയർ പ്ലസ് cz സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. Then now consider its motion in the
എക്സ് ഡയറക്ഷൻ. നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്തു, അതിന്റെ മാസ് എത്രയാണ്, എം ആണ്. അതിന്റെ എക്സ് ഡയറക്ഷനിലെ മൂവ്മെന്റ് നോക്കാം. സോ ഞാനൊരു മോളിക്യൂൾ എടുത്തു, ദാറ്റ് മൂവ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. ഇതാണ് എക്സ് ഡയറക്ഷൻ. ഇത് ഈ ഒരു ഫേസിനെ നമ്മൾ എ എന്നെടുത്തു. ക്യൂബിന് 6 ഫേസ് ഉണ്ട്, അതിനകത്ത് ഈ ഒരു ഫേസിനെ ഞാൻ എ എന്ന് നെയിം ചെയ്തു. നൗ കൺസിഡർ ഇറ്റ്സ് മോഷൻ ഇൻ എക്സ് ഡയറക്ഷൻ ടുവേർഡ്സ് ഫേസ് എ ഓഫ് ദ ക്യൂബ്. അതായത് ഈ മോളിക്യൂള് എങ്ങോട്ട് പോകുന്നു, എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എ എന്ന ഫേസിലേക്ക്. ഇറ്റ് വിൽ സ്ട്രൈക്ക് എ വിത്ത് എ മൊമെന്റം mcx. അതെന്ത് ചെയ്യുന്നു, ഈ മോളിക്യൂള് ഇവിടെ പോയി ബൊമ്പാർഡ് ചെയ്യും അല്ലേ, ഈ വോളിൽ പോയി ബൊമ്പാർഡ് ചെയ്യും. അന്നേരമുള്ള അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് എന്താ, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ മാസ് എം ആണ്, വെലോസിറ്റി എക്സ് ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ cx എടുത്തു. സിൻസ് ദ കൊളിഷൻ ഈസ് ഇലാസ്റ്റിക് ഇറ്റ് വിൽ റീബൗണ്ട് വിത്ത് ദ വെലോസിറ്റി മൈനസ് cx ആൻഡ് മൊമെന്റം mcx. നമ്മൾ പറഞ്ഞു കൊളിഷൻസ് എങ്ങനെയാണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. സോ അത് വന്ന് അതിൻ്റെ അകത്ത് സ്ട്രൈക്ക് ചെയ്ത് അതേ വെലോസിറ്റി തന്നെ ബൗൺസ് ബാക്ക് ചെയ്യും. സോ ബൗൺസ് ബാക്ക് ചെയ്യുമ്പോൾ വെലോസിറ്റി എത്രയാണ്, മൈനസ് cx. കാരണം വെലോസിറ്റിക്ക് എന്തുണ്ട്, ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ നമ്മൾ മൈനസ് cx ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ബൗൺസ് ചെയ്യുന്നത്. അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മൈനസ് cx ആയിരിക്കും. സോ അതിന്റെ മൊമെന്റം അപ്പോൾ എന്തായിരിക്കും, മൈനസ് mcx ആയിരിക്കും. ഹെൻസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പം മൊമെന്റം ആദ്യം എത്രയായിരുന്നു, mcx ആയിരുന്നു. ദെൻ അത് കഴിഞ്ഞ് മൈനസ് mcx ആയി. സോ ചേഞ്ച് ഇൻ മൊമെന്റം എത്രയായിരിക്കും, mcx മൈനസ് mcx ഈസ് ഈക്വൽ ടു 2mcx ആയിരിക്കും. For colliding with the phase A, once again the molecule must travel a distance 2l. അതായത് ഇവിടെ വന്ന മോളിക്യൂൾ എന്ത് ചെയ്തു, എയിൽ വന്ന് മോളിക്യൂൾ കൊളൈഡ് ചെയ്തു. ഇനി വീണ്ടും ഈ എയിൽ വന്ന് കൊളൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, അത് ബൗൺസ് ബാക്ക് ചെയ്ത് ഈ ഫേസിൽ പോയിരിക്കണം. അപ്പം എൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. വീണ്ടും അവിടുന്ന് വന്ന് ഈ ഫേസിൽ വന്നിരിക്കണം. അപ്പം വീണ്ടും ഒരു എൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 2l ഡിസ്റ്റൻസ് അതിന് ടോട്ടലായിട്ട് ട്രാവൽ ചെയ്യണം. In 1 second it travels a distance cx. cx ആണ്. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി cx is equal to displacement by time. സോ നമ്മൾ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ എന്തായിട്ട് എടുക്കാം, that will be equal to the velocity cx when time is equal to 1 second. അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് അതുകൊണ്ട് തന്നെ cx ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കൊളിഷൻസ് ഓൺ ഫേസ് എ പെർ സെക്കൻഡ്, നമ്പർ ഓഫ് കൊളിഷൻസ് തന്നിരിക്കുന്നത് cx by 2l, cx ഡിവൈഡഡ് ബൈ 2l ആയിരിക്കും എന്ത്, നമ്പർ ഓഫ് കൊളിഷൻസ്. ഇനി ഇത് ഒരു കൊളിഷനുമായിട്ട് ബന്ധപ്പെട്ട മൊമെന്റമാണ് നമ്മൾ 2mcx കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ cx by 2l നമ്പർ ഓഫ് കൊളിഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചേഞ്ച് ഇൻ മൊമെന്റ് എത്രയായിരിക്കും, സോ 2mcx ചേഞ്ച് ഇൻ മൊമെന്റം ഇൻറ്റു നമ്പർ ഓഫ് കൊളിഷൻ cx by 2l. അത് ചെയ്ത് കഴിയുമ്പോൾ ഈ 2 ഇവിടുന്ന് ക്യാൻസൽ ആയിട്ട് പോയിട്ട് നമുക്ക് mcx² by l എന്ന് ഇവിടെ കിട്ടും. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ. ഇനി therefore the total change in momentum per second due to the impact on the two opposite phase along x-axis. ഇതിപ്പോൾ നമ്മൾ ഒരു ഫേസിന്റെ കൺസിഡർ ചെയ്തത്. ഇനി രണ്ട് ഫേസിന്റെ ആവുമ്പോൾ എന്ത് ചെയ്യണം, ഈ ചേഞ്ച് ഇൻ മൊമെന്റം പെർ സെക്കൻഡിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2mcx² by l എന്നായിരിക്കും വരുന്നത്. ഇതായിരിക്കും ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം പെർ സെക്കൻഡ് ഡ്യൂ ടു ദ ഇമ്പാക്ട് ഓൺ ദ ടു ഓപ്പോസിറ്റ് ഫേസസ് എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ എക്സ് ഡയറക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ഇനി നമ്മൾ വൈ ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്യാനായിട്ട്, വൈയും ഇസഡും കൂടെ കൺസിഡർ ചെയ്യാനായിട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവരെ നമ്മൾ ആഡ് ചെയ്യണം. 2mcx² by l plus 2mcy² by l plus 2mcz² by l which is equal to, ഇവിടുന്ന് നമുക്ക് എന്ത് പുറത്തെടുക്കാം, 2ml പുറത്തെടുക്കാം അല്ലെ, കോമൺ ആണ്. 2ml into cx² plus cy² plus cz². ഇനി നമ്മൾ ആദ്യം കണ്ടായിരുന്നു ഈ cx² plus cy² plus cz² is equal to c² ആണ്. സോ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിട്ട് വരും, 2mcl² by l ആയിട്ട് വരും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.